നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ STU ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നാസർ സാഹിബും സഖാവ് സക്കറിയും ഒക്കെ സൂചിപ്പിച്ച പോലെ നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി വളരെ രൂക്ഷമായ പ്രതിസന്ധിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടുന്ന ഒന്നാണ്. ഏറ്റവും അധികം ജനങ്ങൾക്ക് തൊഴിൽ ലഭിച്ചിരുന്ന അസംഘടിത മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് നിർമ്മാണ മേഖല. മാറി മാറി വന്നിരുന്ന സർക്കാരുകളൊക്കെ ഈ രംഗത്ത് തൊഴിലാളി ക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ചില നിയമനിർമ്മാണങ്ങളുടെയും നിയമത്തിലെ നൂലാമാലകളുടെയും എല്ലാം ഫലമായി പൊതുവിൽ നമ്മുടെ രാജ്യത്ത് വളർന്നു നിൽക്കുന്ന തൊഴിൽ മേഖലയിലെ പൊതുജീവിതത്തിലെ പ്രതിസന്ധിയുടെ എല്ലാം ഭാഗമായി ഈ മേഖലയും വല്ലാത്ത തളർച്ചയിലാണ്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കുക, ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുക, മണൽവാരൽ നിരോധനം പിൻവലിക്കുക, ഭാരതപ്പുഴയിൽ നിന്നും ആരംഭിക്കാൻ പോകുന്ന മണൽവാരൽ പ്രവൃത്തിയിൽ മണൽവാരൽ നിരോധനം നിലവിൽ വരുന്നതിന് മുമ്പുള്ള അംഗീകൃത മണൽ തൊഴിലാളികൾക്ക് ജോലി നൽകുക, കോറി ഉൽപ്പന്നങ്ങളുടെ അന്യായ വില വർധനവ് തടയുക, നിലവിലുള്ള മൈഗ്രേയൽ വർക്കേഴ്സ് ആക്ട് പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ അധ്യക്ഷത വഹിച്ചു. C. അബ്ദുൽ നാസർ, അബ്ദുൽ ഗഫൂർ, PKM ബഷീർ, MA റസാഖ്, M. മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് അപ്പാരൽസും ഒന്നിക്കുന്നു. ഫെബ്രുവരി 21 വൈകിട്ട് 4 മണിക്ക് പ്രശസ്ത സിനിമ TV മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.